മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിട്ടു. 2021 തന്നെ നിയമനം PSCക്ക് വിടുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പിലാക്കിയിരുന്നില്ല. അതിനുശേഷവും സ്കൂളിൽ PSC വഴിയല്ലാതെ നിയമനങ്ങൾ നടന്നിരുന്നു. നിയമനങ്ങളിൽ അഴിമതി ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവ്. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഏക സ്കൂളാണ് MSP ഹയർ സെക്കൻഡറി സ്കൂൾ. അഷ്കർ അലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, ആശ്ചര്യമായിരുന്നു. കാരണം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സ്കൂൾ ഇതുവരെയും PSCക്ക് വിടാത്തത് എന്തുകൊണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. 2021 വിധി വന്നതിനു ശേഷവും അവിടെ താൽക്കാലിക നിയമനങ്ങൾ നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പിന്നീട് സ്ഥിര നിയമനങ്ങളായി എന്നറിയുന്നു. ഇതിൽ അഴിമതി ആരോപണങ്ങൾ വരുന്നു. ഈ സാഹചര്യത്തിലാണോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഇടപെടൽ? അരുൺ, സംവരണ തത്വമടക്കം ഒന്നും തന്നെ പാലിക്കാതെയായിരുന്നു സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഏക സ്കൂളായിട്ടുള്ള എയ്ഡഡ് പദവിയിലുണ്ടായിരുന്ന MSP സ്കൂളിലെ നിയമനങ്ങൾ നടന്നിരുന്നത്. അതിനെതിരെ വലിയ പരാതികൾ ഉയർന്നിരുന്നു. 2018-19 ഘട്ടത്തിൽ തന്നെ പല പരാതികൾ ലഭിക്കുകയും അതിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് 2021 നിയമസഭയിൽ വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഔദ്യോഗികമായി ഇത്തരത്തിൽ അവിടെ നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ അത് ആ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. അതിനുശേഷവും നിയമനങ്ങൾ മാനേജ്മെൻറ്റ് തന്നെ നടത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് MSP കമാൻഡൻ്റാണ് ഈ MSP സ്കൂളിൻ്റെ മാനേജർ പദവിയിലിരിക്കുക. സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, നേരത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയൊക്കെ MSP കമാൻഡൻ്റ് ആയിരിക്കുമ്പോൾ ഒരേ പദവിയിൽ വഹിക്കുന്ന ആൾ തന്നെ അവിടെ നിയമനങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നിയമനങ്ങളൊക്കെ തന്നെ പലപ്പോഴും അഴിമതി ആരോപണം ഉയരുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും ഈ 2021 സർക്കാർ പ്രഖ്യാപന ശേഷവും നിരവധി നിയമനങ്ങൾ നടക്കുകയും എന്നിട്ട് പോലും നിയമനങ്ങൾ അഴിമതി ആരോപണം ഉയർന്നിട്ട് പോലും അത് PSCക്ക് വിടാൻ തീരുമാനമെടുത്തിരുന്നില്ല. എന്നാൽ തുടർച്ചയായി ഇത്തരത്തിൽ പരാതി വന്നതോടെയാണ് ഇപ്പോൾ അതും കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ ഉത്തരവിറക്കിയിരിക്കുന്നത്. നിയമനങ്ങൾ മുഴുവൻ PSCക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ആഭ്യന്തര വകുപ്പ് അടക്കം ഇതിനെ എതിർത്തിരുന്ന അല്ലെങ്കിൽ പോലീസ് നൽകിയിരുന്ന റിപ്പോർട്ടൊക്കെ ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അല്ലെങ്കിൽ PSCക്ക് കൈമാറുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ MSP ബറ്റാലിയൻ നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായും അതുപോലെ തന്നെ കായിക മേഖലയിലേക്ക് നൽകിയിരുന്ന സംഭാവനകൾക്ക് തടസ്സം വരും. അതുകൊണ്ട് അത് കൈമാറാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു ആഭ്യന്തര വകുപ്പും പോലീസും സ്വീകരിച്ചിരുന്നത്. എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ നിർദ്ദേശം തള്ളിയിരിക്കുകയാണ്. സ്പോർട്സിൻ്റെയും അതുപോലെ തന്നെ പട്ടികജാതി വകുപ്പിൻ്റെ കീഴിലേക്കുള്ള സമാനമായ സ്കൂളുകളുടെ ഉടമസ്ഥാവകാശം അതത് വകുപ്പുകൾക്കാണെങ്കിലും അവിടുത്തെ നിയമനങ്ങൾ നടന്നത് PSC ആണ്. സമാനമായ രീതിയിൽ തന്നെ ഈ സ്കൂളും അതിൻ്റെ സ്ഥാപക ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ തന്നെ തുടർന്ന് നിലനിർത്തി കൊണ്ടുപോവുകയും അതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നിലനിർത്തി കൊണ്ടുപോവുകയും എന്നാൽ നിയമനങ്ങൾ അത് നിയമാനുസൃതമായി PSC വഴി നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. ഏറെ കാലമായി ഉണ്ടായിരുന്ന ഒരു പരാതിക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അരുൺ.